നമസ്കാരം തിരുമേനി. നമസ്കാരം. രവീന്ദ്രൻ നായർ ഓർക്കുന്നുണ്ടോ? പലപ്പോഴും ഇല്ലത്ത് വന്നിട്ടുണ്ട്. ഓ സരിത, ഇദ്ദേഹം ശിവപുരം പട്ടേരി എന്ന് പറയും. ഓ നമസ്കാരം. നമസ്കാരം. പ്രഗത്ഭനായ ജ്യോത്സ്യനാണ്. ഇത് ശങ്കരൻ. ഇദ്ദേഹത്തെ അയ്യോ നന്നായിട്ട് അറിയും. രാജാവിനെ അറിയാത്ത പ്രജകൾ ഉണ്ടാകുമോ? അയ്യോ, എന്നെ രാജാവൊന്നും ആക്കരുത്. ഞാനൊരു എളിയ ജനപ്രവർത്തകൻ, അത്രേ ഉള്ളൂ. ഈ വിനയമാണ് താങ്കളുടെ ഭൂഷണം. യു ഡിസർവ് അനദർ കോംപ്ലിമെന്റ് ഓൾസോ. ബ്യൂറോക്രാറ്റുകളുടെ ചട്ടുകമാകാതെ നാട് ഭരിക്കുന്ന ഒരു ആൺകുഞ്ഞിനെ കണ്ടിട്ട് കാലം കുറയായി. താങ്കൾക്ക് അതിന് കഴിഞ്ഞിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഭഗവാനെ, ഒരു മുഖ്യമന്ത്രിയെ തൊട്ടടുത്ത് കാണാനും തൊട്ട് സംസാരിക്കാനും ഒക്കെ കഴിയാന്ന് പറഞ്ഞാൽ ഒരു മഹാഭാഗ്യമാണേ. അതിന് നമ്മൾ തമ്മിൽ അത്ര അകൽച്ചയൊന്നും ഇല്ലല്ലോ ശങ്കര. തിരുമേനി, മാധവ് സാറ് ബൈ ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കാൻ പോവാണ്. ഓ, വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു വരില്ലേ? ഈ നാട് കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെടും എന്ന് പറയാനാണ് ആഗ്രഹം. പക്ഷെ ചോദ്യം ചോദിച്ച സമയത്ത് തടസ്സമാണല്ലോ കണ്ടത്. ഞാൻ ജയിക്കില്ലെന്നാണോ തിരുമേനി പറയുന്നത്? ജയിക്കണമെങ്കിൽ ഇലക്ഷൻ നടക്കണ്ടേ? നടക്കാതിരിക്കാൻ കാരണം നിമിത്തം മോശമാണല്ലോ. കണ്ട സത്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ഇലക്ഷൻ നടക്കാതെ 6 മാസം തികച്ച് ജോലി അവസാനിപ്പിക്കേണ്ടി വന്നാലും വിരോധമില്ല. മന്ത്രിയാകാതെയും ജനങ്ങളെ സേവിക്കാമല്ലോ. അവസാനത്തെ ഇലക്ഷൻ മീറ്റിംഗ് ആണിത്. ലുക്ക്, ഇതാണ് സമ്മേളനം നടക്കുന്ന ആ മൈതാനം. ഇതാണ് സിഎം പ്രസംഗിക്കുന്ന സ്റ്റേജ്. ഇതിന്റെ താഴെയാണ് എക്സ്പ്ലോസീവ് ഹൈഡ് ചെയ്തിരിക്കുന്നത്. ഗോട്ട് ഇറ്റ്? ഇതായിരിക്കും പ്രസിഡന്റ് എൻക്ലോഷർ. ഇവിടെയാണ് നമ്മുടെ ടാർഗറ്റ് നിൽക്കുക. Now listen carefully. ഈ വഴിയിലൂടെ നിങ്ങൾക്ക് ഇവിടെ എത്താം. This is the transformer. സമ്മേളന സ്ഥലത്തേക്കുള്ള പവർ സപ്ലൈ നിയന്ത്രിക്കുന്ന ഫ്യൂസ് കാരിയർ ഇവിടെയാണുള്ളത്. കൃത്യം 8 മണിക്ക് പവർ സപ്ലൈ കട്ട് ഓഫ് ആവും. ആഫ്റ്റർ എക്സ്പ്ലോഷൻ you will wait for me here with a car. Okay. Right? And this will be our last attempt. 1, 2, 3, 4, 5, 6. കൃത്യം 6th ക്ലിക്കിൽ the bomb will explode. I see. Okay. റിമോട്ട് എവിടെയാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്? This time with the camera flash. That's good. ജോൺ, കം വിത്ത് മീ. ഞാൻ ജസ്റ്റ് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഒരു അനോണിമസ് കോൾ വന്നു. ആൻ അൺഫോർച്ചുനേറ്റ് കോൾ ആൻഡ് ഇറ്റ് വാസ് എ ത്രെറ്റ്. മുഖ്യമന്ത്രി മാധവൻ ഇന്ന് വധിക്കപ്പെടും, അതായിരുന്നു മെസ്സേജ്. ഇതുപോലൊരു മെസ്സേജ് മുമ്പും വന്നിട്ടുണ്ടല്ലോ. ആരുടെയെങ്കിലും ഭ്രാന്തം തോന്നലായിരിക്കും സാർ. അങ്ങനെ ആവണേന്നാണ് എൻ്റെ പ്രാർത്ഥന. പക്ഷേ രാജ്യത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു നടുക്കം. വി ഹാവ് ടു ബി കോഷ്യസ് ജോൺ. സാർ, കുറേ കൂടി ഫോഴ്സിനെ ഇങ്ങോട്ട് അയക്കാനുള്ള ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട് സാർ. അതുകൊണ്ട് മാത്രം പോരാ, തൻ്റെ കണ്ണും ചെവിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായാൽ തന്നെ എനിക്ക് പകുതി സമാധാനമായി. താൻ മാധവന്റെ ഒപ്പം ഉണ്ടാവണം, കയ്യെത്തും ദൂരത്തിനും ഉണ്ടാവണം. ഓക്കെ സർ? യെസ്, യു ക്യാൻ സർ. മീറ്റിംഗിൽ പല ഫോട്ടോഗ്രാഫേഴ്സും കാണും. മറ്റാരുടെയെങ്കിലും ഫ്ലാഷ് ക്ലിക്ക് ആയാലും ബോംബ് എക്സ്പ്ലോഡ് ചെയ്യില്ലേ? ഡോണ്ട് വറി, ഇത് സാധാരണ ഫ്ലാഷ് അല്ല. ഇതിന്റെ ലൈറ്റിന് വ്യത്യാസമുണ്ട്. ഓ, ജസ്റ്റ് വാച്ച് ദിസ്.
ഇത് ഡോക്ടർ ഷെനായ്, ചീഫ് സയന്റിസ്റ്റ് ഫോറൻസിക് ലാബ്. ഇത് SP മീന നമ്പ്യാർ, ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. ഹലോ. Hello. യു പ്ലീസ് കാരി ഓൺ യുവർ വർക്ക്. താങ്ക് യു. ഒരാളെ ഈ പോയിന്റിനപ്പുറം കടത്തിവിടരുത്. ഇല്ല സർ. അതുപോലെ അവരും മറ്റൊരാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അനുവദിക്കരുത്. സർ. പ്രത്യേകിച്ച് പത്രക്കാരോട്. സർ. എനിത്തിങ് ആൻഡ് എവറിത്തിങ് വിൽ പാസ് ഓൺലി ത്രൂ മീ. സർ. ഇറ്റ്സ് ആൻ ഓർഡർ. ഓക്കേ? ഇതെന്താണ്ടോ ബാഗില് ബോംബിന്റെ ബാക്കിയാ? വാട്ട്? ഗിവ് ഇറ്റ് ടു മീ. അതൊരു ക്യാമറയാണ് മാഡം. ചവർന്നിടന്ന് കിട്ടിയതാ. ബഹളത്തിനിടയ്ക്ക് ആരുടെയോ കയ്യിൽ നിന്ന് വീണു പോയതായിരിക്കും. സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് സർ. യു കീപ് ഇറ്റ്. ഇതൊക്കെ സ്ഫോടന സ്ഥലത്ത് നിന്ന് ശേഖരിച്ച ബോംബിന്റെ അവശിഷ്ടങ്ങളാണ്. പ്രാഥമിക അന്വേഷണത്തിൽ 1-2 സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി RDX തന്നെ ആവണം എക്സ്പ്ലോഷൻ ഉപയോഗിച്ചിരിക്കുക. അതുപോലെ റിമോട്ട് കൺട്രോൾ കൊണ്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ അത് ലൈറ്റ് സെൻസിറ്റീവ് റിമോട്ട് ആയിരിക്കണം. ലൈറ്റ് സെൻസിറ്റീവ് എന്ന് വെച്ചാൽ മനസ്സിലായില്ല. ഐ വിൽ എക്സ്പ്ലെയിൻ. ഏതെങ്കിലും ശക്തമായ ലൈറ്റ് സോഴ്സിൽ നിന്നും പാസ് ചെയ്യുന്ന റേസ് ബോംബിൽ ഘടിപ്പിച്ചിട്ടുള്ള ഈ സെൻസറിൽ പതിയുമ്പോഴായിരിക്കും ബോംബ് ആക്ടിവേറ്റ് ചെയ്യുക. ലൈറ്റ് സോഴ്സിന്റെ ഉറവിടം എന്തായിരിക്കും? അതൊരു പക്ഷേ ക്യാമറയോട് ഘടിപ്പിച്ചിട്ടുള്ള ഫ്ലാഷിൽ നിന്നാവാം. അവിടെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു. ആരുടെ ഫ്ലാഷിൽ നിന്നാണ് ഈ ബോംബ് എക്സ്പ്ലോർ ആയിരുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു പക്ഷേ ഇത് ഓപ്പറേറ്റ് ചെയ്ത ആൾ ഒരു പ്രത്യേക തരം ഫ്ലാഷ് ഉപയോഗിച്ചിട്ടുണ്ടാവാം. ദാറ്റ്സ് എ പോസിബിലിറ്റി. അയാൾ എങ്ങനെ കണ്ടുപിടിക്കാം? അതൊക്കെ പോലീസിന്റെ പണിയാണ്. ഞാൻ ഈ കാര്യങ്ങൾ മിസ്റ്റർ പൊതുവാളുമായി ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹം ചിലത് പറഞ്ഞിരുന്നു. അതൊന്ന് പറയണം മിസ്റ്റർ പൊതുവാൾ. വേറൊന്നുമില്ല സർ. ബോംബ് ഭീഷണിയെ തുടർന്ന് ഗ്രൗണ്ടിൽ പലരെയും ചെക്ക് ചെയ്ത കൂട്ടത്തിൽ ഒരു ഫീമെയിൽ ജേർണലിസ്റ്റിന്റെ ഐഡന്റിറ്റിയും ഞാൻ പരിശോധിക്കുകയുണ്ടായി. ബോംബെയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന സമത എന്നൊരു പത്രത്തിന്റെ പേരാണ് അത് കണ്ടത്. അവരുടെ കയ്യിൽ ക്യാമറയും മറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സംശയവും തോന്നിയില്ല. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു കേട്ടതോടുകൂടി ഞാൻ പ്രസ് ക്ലബ്ബിൽ ചെന്ന് ആ സ്ത്രീയെക്കുറിച്ച് അന്വേഷിച്ചു. ഇങ്ങനെ ഒരു പത്രത്തെക്കുറിച്ചോ ജേർണലിസ്റ്റിനെ കുറിച്ചോ അവർക്ക് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഞാൻ ബോംബെയിൽ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു പത്രമേ ഇല്ല. അതുകൊണ്ടാണ് സാർ. ഇതാണോ ആ സ്ത്രീ? ഇത് തന്നെയാണ് സാർ. ഐ എം ഷുവർ. സ്ഫോടന സ്ഥലത്ത് നിന്ന് ഒരു ക്യാമറ കിട്ടിയില്ലേ? അതിൽ നിന്നും കിട്ടിയ ഫോട്ടോസാ. ആ കൂടെയുള്ള പെണ്ണതാ. ഇവരെ കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല. സോ താങ്ക് യു മിസ്റ്റർ ഷെനോയ്. താങ്ക് യു മാഡം. ഇവളെ ഈ ഭൂമുഖത്ത് എവിടെയുണ്ടെങ്കിലും 24 മണിക്കൂറിനകം കണ്ടുപിടിച്ചിരിക്കണം. Sir. സെൻഡ് എ റെഡ് അലർട്ട് ടു ഓൾ പോലീസ് സ്റ്റേഷൻസ്. സാർ. ഇനി ഈ നാട്ടിലെ മുഴുവൻ പോലീസിനെ നിയോഗിച്ചാലും വേണ്ടില്ല, ഇവരെ കണ്ടുപിടിച്ചേ തീരും. മിസ്റ്റർ പൊതുവാൾ, അറേഞ്ച് പ്രസ് കോൺഫറൻസ്. പ്രസ് കോൺഫറൻസ് ഉടനെ വേണം മാഡം. സംഭവം നടന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ലേഡി ഓഫീസറെ കൊണ്ട് ഇത്രയൊക്കെ സാധിച്ചില്ലേ? അതൊന്ന് ജനം അറിയട്ടോ. ജനങ്ങളോട് പറയാ ഇവരെന്ത് പിന്നാക്ക പൊളിഞ്ഞത്. ജോലി ചെയ്തത് മുഴുവൻ മറ്റുള്ളവരും.